ലേഡി ബേർഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ള ഒരു കുക്കീസാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. കുട്ടികൾക്ക് ടീ ടൈം സ്നാക്സ് ആയിട്ട് സ്കൂളിൽ കൊടുത്തു വിടാൻ നമ്മൾക്ക് തന്നെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് ഇത് തയ്യാറാക്കിയെടുക്കാം. ഒരു ബൗളിലേക്ക് ഒരു കോഴിമുട്ട, റൂം ടെമ്പറേച്ചറിലുള്ള കോഴിമുട്ട, 1/4 ടീസ്പൂൺ ഉപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി 100 ഗ്രാം പഞ്ചസാര നന്നായിട്ട് പൊടിച്ചത് ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ആണ് ചേർത്തിരിക്കുന്നത്. ഇത്രയും ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല. വിസ്ക് വെച്ചോ സ്പൂൺ വെച്ചോ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യമായി ഈ ചാനൽ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. മറക്കാതെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ കൊടുക്കണം. അതിലേക്ക് മെൽറ്റഡ് ബട്ടറോ വെജിറ്റബിൾ ഓയിലോ, സൺഫ്ലവർ ഓയിലാണ് ചേർത്തിരിക്കുന്നത്, അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേതെങ്കിലും ഒന്ന് ചേർത്താൽ മതി, ഒന്നുകിൽ മെൽറ്റഡ് ബട്ടർ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ. ഇനി അതിലേക്ക് 300 ഗ്രാം ഗോതമ്പ് പൊടി അല്ലെങ്കിൽ മൈദ, നന്നായി ഇടഞ്ഞ മൈദയോ ഗോതമ്പ് പൊടിയോ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാം. കൈകൊണ്ട് തന്നെ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. നട്ട്സൊക്കെ ചേർക്കണമെങ്കിൽ നമുക്ക് ചെറുതായി അരിഞ്ഞ നട്ട്സും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം. നല്ല ഒരുപാട് സോഫ്റ്റ് ഡോ ആണെങ്കിൽ ഒരല്പം ഗോതമ്പ് പൊടിയോ മൈദയോ കൂടെ ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് ടേബിൾ ടോപ്പിലോട്ട് മാറ്റി ഒന്നുകൂടെ ഒന്ന് ചെറുതായി ഒന്ന് കുഴച്ചെടുക്കാം. ഇനി ചെറിയ ബോൾസായിട്ട് നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കണം. എല്ലാം ചെറിയ ബോൾസായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പരത്തിയെടുക്കണം. പരത്തിയെടുത്ത് ഫോർക്ക് കൊണ്ടോ നൈഫ് കൊണ്ടോ എന്തെങ്കിലും ഇങ്ങനെ ഒരു ലൈൻസ് നമുക്ക് കൊടുക്കാം. ഇനി ഇത് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചോ അല്ലെങ്കിൽ ഓവനിൽ വെച്ചോ നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഗ്യാസ് സ്റ്റോപ്പിലാണെങ്കിൽ ഒരു പാത്രം നേരത്തെ ഒന്ന് ചൂടാകാനായിട്ട് വെക്കണം. അതിനായിട്ട് ഒരു തട്ടമോ വല്ലോ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഈ ബേക്കിംഗ് ട്രേ വെച്ച് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഓവനിൽ വെച്ച് വേണമെങ്കിലും ബേക്ക് ചെയ്യാം. 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 15 മിനിറ്റ് കൊണ്ട് പെർഫെക്റ്റ് ആയിട്ട് ഇത് ബേക്ക്ഡ് ആയിട്ട് കിട്ടും. നല്ല ടേസ്റ്റുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുക്കിയാണ്. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. ഇനിയും പുതുരുചികളുമായി നമ്മൾക്ക് വീണ്ടും കാണാം.